നമുക്ക് ദൈവം ആരാന്ന് അന്വേഷിക്കാം. നോക്ക്, പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ ഭൂമിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്നു. വായു ആശ്വസിക്കുന്നു, വായു ശ്വസിക്കുന്നു, വെള്ളം കുടിക്കുന്നു. വേണ്ട, ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടും വെളിച്ചവും തരുന്ന ഈ സൂര്യനെ നമ്മൾ കാണുന്നു, അവനെ ആസ്വദിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇന്നേവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ്? ഈ സൂര്യനെ സൃഷ്ടിച്ചവൻ ആരാണ്? നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും നൽകി തരുന്നവൻ ആരാണ്? ഈ ജീവിത സംക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചവൻ ആരാണ്? അതേ പ്രിയപ്പെട്ട ശിശിരവും വസന്തവുമായിരിക്കുന്ന ഋതുക്കൾ ഉണ്ടാക്കുന്നവൻ ആരാണ്? എല്ലാം എത്ര കൃത്യമായിട്ടാണ് ലോകത്തിൽ സഞ്ചരിച്ച് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ അന്വേഷിച്ചില്ല ഇതാരാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിന്റെ കൈവേലകളെ പ്രസിദ്ധമാക്കുന്നു. അതേ പ്രിയപ്പെട്ടത്, ഈ ആകാശത്തെയും ഭൂമിയെയും നോക്കിയാൽ തന്നെ അല്പമെങ്കിലും ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും ഇതെല്ലാം സൃഷ്ടിച്ചതാരാണ്. അപ്പോൾ എന്താണ്? ദൈവം എന്ന് പറഞ്ഞ വ്യക്തി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കണം. ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ദൈവമല്ലല്ലോ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പേ അവൻ ഉള്ളവനായിരിക്കണം. രണ്ട്, ദൈവം എന്ന് പറഞ്ഞ വ്യക്തി അവൻ ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ആവരുത്. കാരണം ഉണ്ടായി വന്നാണെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഉണ്ടായി, ഉണ്ടാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവനെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം വരും. അവരും മേലെ മറ്റൊരുവനെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ആകിയാൽ പ്രിയപ്പെട്ട, ദൈവം ഉണ്ടായി വന്നതല്ല, ഉണ്ടാക്കപ്പെട്ടതുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരംഭവും അവസാനവും ഇല്ലാത്തവനും അവൻ ഏകനാണ്, രണ്ടുപേരില്ലതാനും. അവൻ ഏകനാണ് പ്രിയപ്പെട്ടവരെ, അവനിൽ പാപം ഉണ്ടാവുകയില്ല, അവൻ വിശുദ്ധനാണ്, അവൻ സമ്പൂർണ്ണമായിരിക്കുന്ന വെളിച്ചമാണ്. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഞാൻ അവനെ അറിയാതിരുന്ന കാലത്ത് ഞാൻ ഇരുട്ടിൽ നടന്നു, അവനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വെളിച്ചത്തിൽ നടക്കുന്നു. ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. എന്നാൽ വെളിച്ചം വരുമ്പോൾ നമുക്ക് എല്ലാത്തിനെ പറ്റിയും എന്താണ് കാഴ്ച ഉണ്ടാകും, നമുക്ക് എല്ലാത്തിനെ പറ്റിയും തിരിച്ചറിയുവാൻ കഴിയും.